ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഞാൻ എപ്പോഴും ഒരു വീഡിയോ തുടങ്ങുമ്പോൾ മിക്കവാറും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തിനെ ആദ്യമായിട്ട് ഞാൻ എവിടെയാണ് ശ്രദ്ധിച്ചതെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. വേടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വേടനെ ശ്രദ്ധിച്ചത് വേടന്റെ ഒരു ഷോർട്സ് ഞാൻ കണ്ടു. അതൊരു ഇന്റർവ്യൂയുടെ ഭാഗമായിരുന്നു. ആ ഷോർട്സ് ഇങ്ങനെയായിരുന്നു: ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിനെ ചേച്ചിന്ന് സംബോധന ചെയ്തുകൊണ്ട്, ചേച്ചി ഇവിടെ നായന്മാരുടെ സിനിമ മാത്രമേ വിജയിക്കൂ, ചേച്ചി ഇവിടെ പാവപ്പെട്ടവന്റെ സിനിമയോ കറുത്ത ആളുകളുടെ സിനിമയോ ദളിതന്റെ സിനിമയോ ഇവിടെ ആരും കാണില്ല ചേച്ചി എന്ന് വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്ന ഒരു വേടന്റെ വിഷ്വലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് വേടനെ അറിയില്ലായിരുന്നു. ഞാനപ്പോൾ ഈ വേടൻ ആരാ എന്നൊക്കെ നോക്കാൻ വേണ്ടി അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ നോക്കിയപ്പോൾ അത് റാപ്പർ വേടനാണ്. അത് ഫേസ്ബുക്കിലായിരുന്നു ആ ഒരു ഷോർട്സ് ഞാൻ കണ്ടത്. ഫേസ്ബുക്കിൽ പൊതുവെ ഒരുപാട് നെഗറ്റീവ് കൂടുതൽ വരുന്നൊരു, യൂട്യൂബിനെ അപേക്ഷിച്ച് കൂടുതൽ നെഗറ്റീവ് വരുന്നൊരു സ്ഥലമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഷോർട്സിന്റെ കമന്റ് ബോക്സിൽ വന്ന ഒരുപാട് കമന്റുകൾ മലയാളത്തിലെ നല്ല നല്ല സിനിമകളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കമന്റ് ഉണ്ടായിരുന്നു, ആ ശരിയാണ്, ഈ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമ പരീക്കുട്ടി നായരുടെയും കറുത്തമ്മ അന്തർജനത്തിന്റെ ഒക്കെ സിനിമയായിട്ടാണല്ലോ ഇവിടെയുള്ള എല്ലാ ആളുകളും കണ്ടത്, അതുകൊണ്ടാണല്ലോ അത് ദേശീയ തലത്തിൽ ആദ്യമായിട്ട് മലയാളത്തേക്ക് ഒരു സ്വർണ്ണ മെഡൽ കൊണ്ടുവന്നത് എന്നൊക്കെ ഉള്ള ഒരു വളരെ കോമഡി ആയിട്ടുള്ള കമന്റുകൾ അതിന്റെ ഇടയിൽ, പരിഹാസപൂർവ്വമുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് വേടൻ അത്ര പ്രശസ്തിയിലേക്ക് വന്ന സമയമായിരുന്നില്ല തോന്നുന്നു, ആളുകൾ അത്രയൊന്നും അതിനെക്കുറിച്ച് തിരിച്ചറിയുന്ന സമയമായിരുന്നില്ല തോന്നുന്നു. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് കറക്റ്റ് തോന്നുന്ന മറുപടികൾ അതിൻ്റെ ഇടയിൽ ധാരാളം ഉണ്ടായിരുന്നു. മലയാളത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരുപാട് സിനിമകളെ കുറിച്ച് അതിന്റെ അടിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ അന്ന് വേടനെ, വെറുതെ ഒരു ഇരവാദം പോലെ പറയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, എനിക്ക് വേടന ആരാന്നറിയില്ല, ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ആ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്കെന്തോ അരോചകമായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഈ വേടനെ കാണുന്നത് വേടന്റെ വേറെ ഒരു ഇന്റർവ്യൂയുടെ ഭാഗമായിട്ടാണ്. ഇതൊരു സിനിമയുടെ പ്രൊമോഷനിൽ വേടൻ നടത്തിയ പരാമർശമായിരുന്നു എന്ന് തോന്നുന്നു. പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടത്തിയൊരു ഇന്റർവ്യൂ അല്ലേ, അതിൽ തന്നെ അനൂപ് മേനോനുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അനൂപ് മേനോന്റെ ഇന്റർവ്യൂവില് അനൂപ് മേനോന്റെ ജാതിവാലിനെ കുറിച്ചൊക്കെ പറഞ്ഞ് വേടൻ നിഷ്കളങ്കമായിട്ട് അനൂപ് മേനോനെ കുറെ ട്രോളും താങ്ങും ഒക്കെ ചെയ്യുന്നത് കണ്ടു. അതിന്റെ ഇടയിൽ ഇതേപോലെ വേടൻ പറയുന്നുണ്ട്, മലയാള സിനിമയിൽ ഒരു കറുത്ത നായകനുണ്ടോ ചേച്ചി? ചേച്ചിയല്ല, അത് വേറെ ഒരു ചേട്ടനായിരുന്നു. വേറെ ഒരു കറുത്ത നായകനുണ്ടോ? ഇവിടെ വെളുത്തവര് മാത്രമല്ലേ നായകന്മാരായിട്ടുള്ളൂ? അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിനാ ചോദ്യം ചോദിക്കുന്ന ആള് ഇവിടെ വിനായകനുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അടുത്തിരിക്കുന്ന അനൂപ് മേനോൻ പോലും വേറെ ആരുടെയും പേര് പറയുന്നില്ല. ശരിയാണ്, ഇവിടെ കറുത്തവരില്ല എന്നുള്ള പോലെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ വേടന്റെ ആ ഒരു പരാമർശത്തിനും അതിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ധാരാളം കമന്റുകൾ ഉണ്ടായിരുന്നു. കലാഭവമണി എന്ന് പറഞ്ഞൊരു ലെജൻഡിനെ ആഘോഷിച്ച മലയാളമാണിത്. കലാഭവമണിനെ നമ്മൾ വേറെ ആക്കി നിർത്തിയിട്ടേ ഇല്ല എന്ന് പറയാം. എത്രയോ സിനിമകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മനുഷ്യന്മാരുള്ള നാടാണിത്. കലാഭവമണിനെ നമ്മൾ വേറൊരാളായിട്ട് കണ്ടിട്ടില്ല. ദിലീപോ ജയറാമോ ഒക്കെ നിൽക്കുന്ന കാലത്ത് കലാഭവമണിയുടേതായിട്ടുള്ള ഒരു നായകന്റെ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവിടെ കറുത്ത നായകന്മാരൊന്നും വാഴില്ല എന്ന് പറയുന്നത് എന്തർത്ഥാണുള്ളത്? എത്രയോ വർഷങ്ങൾ മലയാള സിനിമയിൽ നിന്ന് തിലകൻ ചേട്ടൻ അത്ര വെളുത്ത ആളാണോ? അല്ല. അപ്പോൾ എന്തോ ഒരു ഇരവാദം പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വിട്ടുകളയാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ, ജാതി, മതം, അല്ലെങ്കിൽ നിറം, അല്ലെങ്കിൽ തടി, ബോഡി ഷെയ്മിങ് എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ പരിചരിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് വീണ്ടും ഇതൊക്കെ കുത്തിപ്പൊക്കി ഇതൊക്കെ ഇരവാദമായിട്ട് കാണിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അന്നും വേടനെ കണ്ടത്. അതും കഴിഞ്ഞു പോയി. പിന്നീട് ഞാൻ വേടന്റെ ഒന്ന് രണ്ട് പാട്ടൊക്കെ, ഇത് വേടൻ ആരാണെന്ന് അറിയണമല്ലോ എന്നുള്ളതിൽ ഒന്ന് രണ്ട് പാട്ടൊക്കെ, വോയിസ് ഓഫ് വോയിസ്ലെസ് പോലെയുള്ള ആൽബങ്ങളൊക്കെ കാണുന്നുണ്ടായി. അപ്പൊ എനിക്ക് വേടന്റെ ഒരു രീതി ഒക്കെ മനസ്സിലായി. പിന്നെ വേടൻ അങ്ങനെ എല്ലാവരും ആഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ റാപ്പർ വേടനായിട്ട്, ഭയങ്കര പാട്ടുകാരനായിട്ട്, വലിയ രാഷ്ട്രീയം പറയുന്ന ആളായിട്ട്, വളരെ ജാതി രാഷ്ട്രീയം പറയുന്ന ആളായിട്ട് ഒക്കെ വേടനെ നമ്മൾ കാണാൻ തുടങ്ങി. എല്ലാവരും ആരാധിക്കുന്നു. ശരിയായിരിക്കാം, വേടന്റെ ഭാഗം അതായിരിക്കാം, നമുക്കത് മനസ്സിലാവാത്തോണ്ടായിരിക്കാം. അങ്ങനെ ഒരു ഇതിൽ ഞാൻ അത്ര ശ്രദ്ധിക്കാതെ പോയ കാര്യമായിരുന്നു. അങ്ങനെ വേടൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്ന സമയത്താണ് ഞാൻ വേടനെ കുറിച്ചുള്ള ഒരു പീഡന പരാതി അല്ലെങ്കിൽ ഒരു മീറ്റു ആരോപണം കാണുന്നത്. മീറ്റു ആരോപണം വന്നു, അതൊന്നും ആരും അത്ര ശ്രദ്ധിച്ചില്ല. വേടൻ ഭയങ്കര സംഭവമാണ്, അപ്പോൾ വെറുതെ വേടനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച പോലെ, ഉണ്ണിമൂന്തിനൊക്കെ എതിരെ ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അതേപോലെ ആരോപണം എന്നുള്ള അതിൽ ആളുകൾ തള്ളിക്കളഞ്ഞ പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് വേടൻ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടാൻ തുടങ്ങി. സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഭയങ്കര തിളങ്ങുന്ന വ്യക്തിത്വമായിട്ട് മാറുന്നു. ഒരുപാട് ആളുകൾ ആരാധിക്കുന്നു. ഒരുതരം മാസ് ഹിസ്റ്റീരിയ പോലെ വേടന്റെ ആരാധകരൊക്കെ ആർത്ത് വിളിച്ചുകൊണ്ടുള്ള വേടന്റെ പ്രോഗ്രാമുകളൊക്കെ വരാൻ തുടങ്ങുന്നു. ആ സമയത്ത് വേടൻ ഈ കേസിൽ പെടുന്നു, കഞ്ചാവ് കേസിൽ പെടുന്നു. അതിന് തുടർച്ചയായിട്ട് പുലിപ്പല്ലി കേസിൽ പെടുന്നു. ആ സമയത്താണ് ഞാൻ ഈ വേടനെ ശരിക്കും സത്യത്തിൽ ശ്രദ്ധിക്കുന്നത്. അന്ന് പക്ഷെ നമുക്കൊരു വാക്കുപോലും വേടനെതിരെ പറയാൻ പറ്റില്ലായിരുന്നു. വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. കഞ്ചാവ്
കേസിലാണെങ്കിൽ വേടൻ പുറത്തു വരുന്നു, പുലിപ്പലി കേസിലും വേടൻ പുറത്തു വരുന്നു. അപ്പോൾ എന്താണെന്ന് വിഷയം എന്ന് വെച്ചാൽ വേടൻ വളരെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് വേടനെ തോന്നാറുള്ളത്. കാരണം വളരെ ഭവ്യമായിട്ട് നമുക്ക് അയ്യോ പാവം ഈ മനുഷ്യനാണോ ഇവർ ഈ കുറ്റം പറയുന്നത് തോന്നുന്ന വിധത്തിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് വേടൻ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. വേടൻ ഈ കേസിൽ പുറത്തു വരുമ്പോൾ തന്നെ വേടൻ പറയുന്നത് എനിക്ക് തെറ്റുപറ്റിപ്പോയി, കുട്ടികളൊന്നും ചേട്ടനെ അനുകരിക്കരുത് കേട്ടോ, എനിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്, ഞാനൊന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്റ്റേജ് പ്രോഗ്രാമിലാണെങ്കിലും ആരും കഞ്ചാവൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, ആരും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കരുത് കേട്ടോ എന്ന് വളരെ പാവമായിട്ട് പറയുന്ന ഒരു വേടൻ. അങ്ങനെയാണ് നമ്മൾ ആ വേടനെ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇവരൊക്കെ എന്തേ പറയണേ, ഇത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ചാണോ പറയുന്നത്. ഈ പുലിപ്പല്ലി വിഷയമാണെങ്കിൽ ആ സമയത്ത് മോഹൻലാലിന്റെ കയ്യിൽ ആനക്കൊമ്പ് ഉണ്ടായിരുന്നില്ലേ, മറ്റേ ആളുടെ മാലയിൽ പുലിപ്പല്ല് ഉണ്ടായിരുന്നില്ലേ, ഈ ആളുടെ മാലയിൽ പുലിനഖ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ഉള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ട് ഒരു സാധാരണ സംഭവം പോലെയായിരുന്നു അത്. സുരേഷ് ഗോപി ഒക്കെ അതിൽ ആരോപണത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിയും. പക്ഷേ ഈ കഞ്ചാവ് എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഒരു നോർമലൈസ് ചെയ്തു, അതൊരു സാധാരണ സംഭവമല്ലേ, ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ വന്നു. ഇങ്ങനെ ഒരു വ്യക്തിയെ രാഷ്ട്രീയക്കാർ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എന്താണ് ഇപ്പം ഇത്ര ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ മനുഷ്യനുള്ളത്. അപ്പോൾ നമ്മളപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് അദ്ദേഹത്തിനെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ട്. അവർ നമുക്കെതിരെ വെറുതെ കുറ്റം പറയുന്നല്ലാതെ ആരും ഒന്നും മനസ്സിലാക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇതിലും കൂടുതൽ നല്ല തെളിച്ചത്തോടു കൂടെ വേടനെ ആരാന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു ടൈം വരെയായിരിക്കുന്നു. എന്തായാലും വേടനെ ആ സമയത്ത് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. വേടന് ഒരുപാട് രാഷ്ട്രീയ വേദികൾ കിട്ടി. അദ്ദേഹത്തിന്റെ മ്യൂസിക്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ ദളിത് രാഷ്ട്രീയം, അദ്ദേഹത്തിന് പറയാനുള്ള ആശയങ്ങളൊക്കെ പുറത്തു പറയാൻ വേണ്ടിയിട്ട് വേടന് സാധിച്ചു. അപ്പൊ വേടനെ വല്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഉയർത്തി കൊണ്ടു നടക്കുന്ന ഒരു ടൈമായിരുന്നു അത്. ആ സമയത്താണ് വേടന്റെ ഒരു പ്രോഗ്രാമില് വേടന്റെ അമ്മ നിന്നിരുന്ന ഒരു ഹെൽപ്പറായിട്ട് നിന്നിരുന്ന വീട്ടിലെ ഒരു സ്ത്രീ വേടന് അമ്മയുടെ ഫോട്ടോ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. വേടൻ ഒരുപാട് ഇമോഷണൽ ആവുന്നു, വേടൻ കരയുന്നു എന്നൊക്കെ ആളുകള് അല്ലെങ്കിൽ പത്രക്കാരും മഞ്ഞപ്പത്രക്കാരും ഒക്കെ ഹെഡിങ് കൊടുക്കുന്നു. വേടൻ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നു, വേടൻ അമ്മയുടെ ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോയി, പൊട്ടിക്കരഞ്ഞു, ഗൂസ്പംസ് വന്നു എന്നൊക്കെ ഉള്ള പോലത്തെ ഒരുപാട് വാർത്തകൾ ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് ആ വിഷ്വൽ കണ്ടിട്ട് വേടൻ അങ്ങനെ ഇമോഷണൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. മാത്രമല്ല വേടനെ കുറിച്ച് ഞാൻ അതിനു മുൻപ് തന്നെ ഒരു പെൺകുട്ടി കേരളി എന്ന് പറഞ്ഞൊരു മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനം വായിച്ചിരുന്നു. വേടന്റെ ക്രൂരതകൾ തിരിച്ചറിഞ്ഞ അനുഭവിച്ച ഒരു കുട്ടി. എല്ലാവരും വായിച്ചിട്ടുള്ളത് തന്നെയായിരിക്കണം, പക്ഷെ ഒരുപാട് പരിഹസിച്ച് എല്ലാവരും തള്ളിക്കളഞ്ഞൊരു വിഷയമായിരുന്നു അത്. അതിൽ വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്നുണ്ട് വേടൻ എപ്പോഴും അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിലും വളരെ മോശമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അത് ചോദ്യം ചെയ്ത് തന്നെ ഈ കുട്ടിയെ വേടൻ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വേടന് ഇപ്പൊ അമ്മേനോടൊക്കെ എന്ത് സ്നേഹമുള്ളത്, ഇത് ഈ കുട്ടി പറഞ്ഞത് എന്തായാലും സത്യാവാനേ സാധ്യതയുള്ളൂ. എന്നിട്ടും ഈ വേടൻ ഇത് കാണുന്നു, ഇമോഷണൽ ആവുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു ആള് മാത്രമേ ഈ ആരോപണം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചിലപ്പോൾ സത്യമല്ലാതെയും ഇരിക്കാം എന്ന് നമുക്ക് രണ്ട് മനസ്സുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ വേടനെ കുറിച്ച്, വേടന്റെ അമ്മയായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച്, വേടന്റെയും വേടന്റെ അമ്മയുടെയും ഫോട്ടോ ഒന്നിച്ചുണ്ടാക്കിയിട്ട് ഫോട്ടോഷോപ്പ് ചെയ്ത് ഒന്നിച്ചാക്കിയിട്ട് ആളുകൾ അത് ആഘോഷിക്കുന്നു, ലവ് ചിഹ്നം കൊടുക്കുന്നു, വേടനും അതെ അമ്മ എന്തോ സംഭവം എന്നുള്ള രീതിയിൽ ആഘോഷിക്കുന്നു. അങ്ങനെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ വേടൻ ഇത്ര കാലവും പറയുന്ന ദളിത് രാഷ്ട്രീയമാണ്. അപ്പൊ വേടൻ ദളിതനാണോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ പൊതുവെ സോഷ്യൽ മീഡിയ പറയുന്നത് വേടന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്ന് ഇവിടെ കുടിയേറി വന്നൊരു സ്ത്രീയാണ്. ശ്രീലങ്കാർ പൊതുവെ ദളിതരാണോ എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ആണ് അവരെന്ന് തോന്നുന്നു, ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. വേടന്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഈഴവ കാസ്റ്റിൽപ്പെട്ട ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ വേടൻ പറയുന്നത് ദളിത് രാഷ്ട്രീയം എന്താണെന്നും ഒക്കെ ഞാൻ അന്ന് ചിന്തിച്ചു. അങ്ങനെ വേടൻ വളരെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇപ്പൊ വീണ്ടും വേടനെതിരെ വീണ്ടും ഒരു ആരോപണം, പീഡന കേസ് വന്നിരിക്കുകയാണ്, ബലാത്സംഗ കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കേസ് ഇങ്ങനെയായിരുന്നു. വേടൻ കുറെ വർഷങ്ങൾ 3-4 വർഷത്തോളായിട്ട് ഒരു ഡോക്ടർ, സർക്കാർ ഡോക്ടർ, ആലോചിച്ച് നോക്കണം, അത്രയും ബുദ്ധിയുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ 4 വർഷത്തോളം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ആ കേസ്. അപ്പോൾ ആ കേസിന്റെ ഡീറ്റെയിൽസ്, ആ കേസ് കൊടുത്ത കേസ് ഇവിടെ എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യം തന്നെ ഇപ്പം അടുത്ത ദിവസം ആ കുട്ടി ഒരു ഇന്റർവ്യൂവിലും പറയുണ്ടായി. അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയാണ്. വേടനുമായിട്ട് ആ പെൺകുട്ടി പരിചയപ്പെടുന്നു, ഇൻസ്റ്റഗ്രാമിലൂടെയാണെന്ന് തോന്നുന്നു, പരിചയപ്പെടുന്നു, ഒരുപാട് സംസാരിക്കുന്നു, വേടനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു, വേടൻ വിവാഹം കഴിച്ചുകൊള്ളാന്ന് പറയുന്നു. അങ്ങനെ ഈ പെൺകുട്ടി താമസിക്കുന്ന ഫ്ലാറ്റിൽ വേടൻ ചെല്ലുന്നു, ആ കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് ആ കുട്ടി പറയുന്നു. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സമ്മതമില്ലാത്ത രീതിയിൽ ആ കുട്ടിയെ ഉപയോഗിക്കുന്നു. അന്നും വേടൻ ഈ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നുണ്ട്.
സത്യത്തിൽ ഈ കുട്ടി വേടനെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു കുട്ടിയാണ്. വേടൻ ഡാൻസ് കളിക്കുന്നത്, വേടൻ പാട്ട് പാടുന്നത്, വേടൻ്റെ പോപ്പുലാരിറ്റി ഇതൊക്കെ ആരാധിക്കുന്ന, അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയാണിത്. അപ്പോൾ വേടൻ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുന്നു. പിന്നെ സ്ഥിരമായിട്ട് വേടൻ അവിടെ ആ ഫ്ലാറ്റിൽ പോകാൻ തുടങ്ങുന്നു. ഈ കുട്ടിയായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഒരുപാട് തവണ അവർ തമ്മിൽ ബന്ധം ഉണ്ടാവുന്നു, ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നു. അവർ തമ്മിലുള്ള അടുപ്പം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വേടൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതിൽ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അവരൊക്കെ ആ ഫ്ലാറ്റിൽ പോയിട്ട് ഇവരെ കൂടെ താമസിക്കുന്നു, വേടനും കാമുകി എന്നുള്ള രീതിയിൽ പെരുമാറുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പതുക്കെ പതുക്കെ ഈ കുട്ടിക്ക് വേടൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്താണെന്ന് തിരിച്ചറിയുന്നു. ഈ ആദ്യത്തെ പെൺകുട്ടി പറഞ്ഞ അതേ ആരോപണം എന്ന് വെച്ചാൽ വേടൻ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുകയായിരുന്നു. വേടൻ്റെ അമ്മ ഒരു കോൾ ഗേൾ ആയിരുന്നു എന്ന് വേടൻ പറയുകയായിരുന്നു. വേടൻ്റെ അച്ഛനെയായിരുന്നു അമ്മ ധാരാളം പീഡിപ്പിച്ചിരുന്നു, ഉപദ്രവിച്ചിരുന്നതും അടിച്ചിരുന്നതൊക്കെ വേടൻ്റെ അച്ഛനെ അമ്മയായിരുന്നു അടിച്ചിരുന്നത് എന്നൊക്കെ വേടൻ ഇവരോട് അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പെൺകുട്ടിയും ഈ അമ്മയെക്കുറിച്ച് വേടൻ സുഹൃത്തുക്കളോടും ആ പെൺകുട്ടിയോടും മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ചോദ്യം ചെയ്ത സമയത്തായിരുന്നു വേടൻ ഈ പെൺകുട്ടിയെ ഒരു ദിവസം ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ രണ്ടാമത്തെ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്. അതേപോലെ തന്നെ വേടൻ സ്വന്തം പെങ്ങളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയായിരുന്നു. അവൾക്ക് ബ്രസ്റ്റ് അല്ല ഉള്ളത്, ചെസ്റ്റ് ആണുള്ളത്, അവൾ ആണുങ്ങളെ പോലെയാണ് എന്നൊക്കെ വേടൻ പറയുമായിരുന്നു എന്നും ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതേപോലെ ഈ വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ബോഡി ഷേമിങ്, അല്ലെങ്കിൽ കറുത്തവർ അങ്ങനെ വിഷമിക്കുന്നു, വെളുത്തവർ ഇങ്ങനെയാണ് അങ്ങനെ പറയുന്ന വേടൻ തടിച്ച ആളുകളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയായിരുന്നു. തടിച്ച ആളുകളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല, അവർ തമ്മിൽ അവരെങ്ങനെയായിരിക്കും സെക്സ് ചെയ്യാന്ന് എനിക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല, എനിക്ക് തടിച്ച ആളുകളെ ഇഷ്ടമല്ല, ഫാറ്റ് ആയിട്ടുള്ള ആളുകളെ ഇഷ്ടമല്ല എന്നൊക്കെ വേടൻ പറയുമായിരുന്നു. അതേപോലെ വേടന് ഫെമിനിസ്റ്റുകളെ ഇഷ്ടമേ ആയിരുന്നില്ല, കുലസ്ത്രീകളാണ് അതിലും നല്ലതെന്ന് വേടൻ പറയുമായിരുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം പുറത്ത് കാണിക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പുറത്ത് കാണിക്കുന്ന ഒരു ആശയമല്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലൈഫിൽ ഉണ്ടായിരുന്നതെന്ന് ഈ പെൺകുട്ടി ഈ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഇദ്ദേഹം സുഹൃത്തുക്കളുടെ മുന്നിലൊക്കെ വളരെ മോശമായിട്ടാണ് സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചിരുന്നത്, യാതൊരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഈ പെൺകുട്ടി ചിന്തിക്കുന്നുണ്ട്, ഇവരെന്താണ് പുറത്ത് പറയുന്നത് വേറെയൊന്നും, ഇവിടെ യഥാർത്ഥ ജീവിതത്തിൽ കാണിക്കുന്നത് വേറെയൊന്നും എന്നുള്ള തിരിച്ചറിവുകൾ ഈ കുട്ടിക്ക് പതുക്കെ വരുന്നുണ്ട്. എന്നാൽ പോലും ഈ കുട്ടി ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോരാൻ തയ്യാറാവുന്നില്ല. കാരണം അന്ധമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം, അതുകൊണ്ട് അതൊന്ന് വിട്ടുപോരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടിയെയും വേടൻ ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. 3 നേരവും കഞ്ചാവ് അടിക്കുന്ന ആളാണ് വേടൻ എന്ന് പറയുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് വേടൻ, സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് വേടൻ എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ശാരീരികമായിട്ട് ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു ഈ കുട്ടിയെന്നും ഈ പെൺകുട്ടി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, പുറത്തു വരുന്ന കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആരോപണങ്ങളാണ് ഈ ഇന്റർവ്യൂവിൽ ഉടനീളം ഈ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയത്ത് വേടനുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു ഈ പെൺകുട്ടിയും വേടനുമായിട്ട് വിഷയത്തിന് ശേഷം വേടൻ ഈ ഫ്ലാറ്റിലേക്ക് വരാതെ ഈ പെൺകുട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയാവുന്നു. ആ സമയത്ത് ആ പെൺകുട്ടി വേടനെ ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നു, വേടൻ്റെ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നു. ആരും ഒരു വിധത്തിൽ ഈ പെൺകുട്ടീനെ അടുപ്പിക്കുന്നില്ല. അവസാനം വേടനെ ഒഴിവാക്കിയെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ശേഷം ഈ പെൺകുട്ടി വേടനെതിരെ കേസ് കൊടുക്കുന്നു. ഇവരൊരു സർക്കാർ ഡോക്ടറാണെന്ന് ഓർക്കണം. സത്യത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു വെച്ചാൽ ഇപ്പൊ ആദ്യം ഒരു ആരോപണം ഉന്നയിച്ച പെൺകുട്ടിക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയത് ആ പെൺകുട്ടി ഒരു സാധാരണ പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവരൊരു സർക്കാർ ഡോക്ടർ ആയതുകൊണ്ട് ഇവരുടെ ആരോപണം കുറച്ചുകൂടി ആളുകൾ സീരിയസ് ആയിട്ട് കാണുകയുണ്ടായി. അപ്പൊ ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ ഈ ആരോപണം, ഈ കേസ് കൊടുത്തു എന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞ സമയത്ത്, കേസ് വന്ന സമയത്ത് പല മോശം കമന്റുകൾ, റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണുണ്ടായി. ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ്. സ്വാഭാവികമായിട്ടും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് നമ്മൾ വളരെ കോമഡി ആയിട്ട് കാണുന്ന കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് വ്യക്തിയും കേസ് കൊടുക്കുമ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ അവരൊരു നല്ല ടൈമൊക്കെ അവർ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും വിഷയം വരുന്ന സമയത്ത് അവരൊരു കേസിലൂടെ ഈ എതിരെ നിൽക്കുന്ന വ്യക്തിയെ മോശമാക്കുന്ന ഇടപാടാണ് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇതിന് വേറൊരു വശം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും കാലം ഈ കുട്ടി അറിഞ്ഞില്ലേ, ഇത്രയും കാലം ബലാത്സംഗമായിരുന്നു നീ കുട്ടി അറിഞ്ഞില്ലേ എന്നൊക്കെ റിയാക്ഷൻ വീഡിയോ സ്ത്രീകൾ ചെയ്യുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നമ്മളൊരു വ്യക്തിയെ അന്ധമായി സ്നേഹിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ തെറ്റുകൾ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സ് തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യും, അങ്ങനെയല്ല എന്ന് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും നമുക്ക് ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കും. ഒരുതരം അടിമത്ത മനോഭാവം പോലെ ഇത്തരം ബന്ധങ്ങളിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ സ്ത്രീധന പീഡനം മരിച്ചു കൊന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുട്ടിക്ക് അവിടുന്ന് പോരായിരുന്നില്ലേ എന്ന് പറയില്ലേ വിഭജികയുടെ കേസിലും ഒക്കെ. അതൊക്കെ ഇത് തന്നെയാണ്. നമ്മൾ ആ ഒരു വ്യക്തിയെ അന്ധമായി സ്നേഹിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന തെറ്റ് പോലും നമുക്ക് തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. പിന്നെ നിങ്ങൾ ഇത്രയും സഹിച്ച ശേഷം, ഇത്രയും ഇത്
കഴിഞ്ഞ് പുറത്ത് ഇത്രയും സുഖിച്ച് പുറത്ത് വന്ന ശേഷം നിങ്ങൾ എന്തിനാ കേസ് കൊടുത്തതെന്നൊക്കെ ആ പെൺകുട്ടിയെ കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ ഒരാൾ വഞ്ചിച്ചു എന്നുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ ചതിച്ചു, നമ്മൾ അത്രയും സ്നേഹിച്ച ഒരാൾ ചതിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വ്യക്തി കേസ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രതികരിച്ചു പോവില്ലേ? അത്രേ ആ പെൺകുട്ടി ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വേടനെതിരെ ഈ കേസ് വന്നതും വേടനെതിരെ ആദ്യം ഈ കേരളത്തിൽ വന്ന ലേഖനം രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേപോലെയുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഇവരാരും കള്ളം പറയുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കമന്റ് കണ്ടു, ഇവർ രണ്ടുപേരും ചേർന്ന് വേടനെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ, ഇതൊരു ഗൂഢാലോചനയല്ലേ? എന്ത് ഗൂഢാലോചനയാണിത്? ഇത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇരട്ടത്താപ്പ്, അയാളുടെ യഥാർത്ഥ മുഖമാണ് ഈ പുറത്തു വന്നത്. എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ ഇപ്പോഴും വേടൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വെറുതെ വരുന്ന കേസാണ്, അടിച്ചമർത്താൻ വരുന്ന കേസാണ്, ദളിതനെതിരെയുള്ള കേസാണ്, ജാതി ആയതുകൊണ്ടല്ലേ ഇങ്ങനത്തെ കേസ് എന്നൊക്കെ പറയുന്ന കമന്റുകൾ കാണുമ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കാണുമ്പോഴും പുച്ഛമാണ് തോന്നുന്നു. പുച്ഛം. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾ ഏത് ജാതിപ്പെട്ട ആളാന്ന് നോക്കിയിട്ട് അയാൾ ആ ജാതിയല്ലേ, അപ്പം നമുക്ക് തെറ്റ് ചെയ്തതിൽ വലിയ കാര്യമൊന്നുമില്ല, അത് സംഭവിക്കും, നമുക്ക് അറിയാവുന്നതാണ് ആണെന്ന് പറയുന്ന ആളുകൾ. അതേപോലെ തന്നെയാണ് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ ഇന്ന ജാതി ആയതുകൊണ്ടാണ് അയാളെ പീഡിപ്പിക്കുന്നത്, അയാൾ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് എന്നുള്ള ഇരവാദം മുഴക്കുന്നതും അതേപോലെ തന്നെയുള്ള കാര്യം തന്നെയാണ്. രണ്ടുപേര് ചെയ്യുന്നതും തെറ്റാണ്. ഈ ജാതിയുടെ കാര്യത്തിൽ ജാതി പറഞ്ഞിട്ട് ഒരു തെറ്റിനെ ഒരിക്കലും നമ്മൾ ജാതി കൊണ്ടല്ല അളക്കേണ്ടത്. ഏത് ജാതിയിൽപ്പെട്ട ആൾ തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. അല്ലാതെ ദളിതൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള ആൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലുള്ള ആളെന്ന് പറയുന്നവർ ചെയ്തുകൊണ്ട് ഒന്നും തെറ്റല്ലാതെ ആവുന്നില്ല. അതിൻ്റെ തെറ്റ് അല്ലെങ്കിൽ കോർ എന്താണെന്നുള്ളതാണ് നമ്മളതിൽ കാണേണ്ട കാര്യമായിട്ടുള്ളത്. ഇപ്പോൾ വിനായകന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഈ ജാതിക്കാട് ഇറക്കും. അയാൾ ദളിതനായതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത്, അയാൾ പാവമായതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്, എല്ലാ കാലത്തും ദളിതന്മാരെ ഇങ്ങനെ പീഡിപ്പിക്കും. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങളിത് ജാതി ബേസിലല്ല കാണേണ്ടത്. അയാൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്നുള്ളത് ബേസിലാണ് അത് നിങ്ങൾ കാണേണ്ടത്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു സാധാരണ ആളുകൾ ചിന്തിക്കുന്ന പോലെ, സാധാരണ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മോശം കമന്റുകൾ ഇടുന്ന ആളുകളില്ലേ, അതുപോലെ ചിന്തിക്കുന്ന ഒരു ആൾ മാത്രമാണെന്ന് എത്രയോ വർഷമായിട്ട് ഈ പരിചയമുള്ള ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഇയാൾക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇഷ്ടമല്ല, അവരൊക്കെ മനോവൈകൃത ഉള്ളവരാണെന്ന് അവർ പറയുന്നുണ്ട്. ഇയാൾക്ക് ഫെമിനിസ്റ്റുകളെ ഇഷ്ടമല്ല, ഫെമിനിസ്റ്റുകളൊക്കെ വെറുതെ എന്തോ ചിന്താഗതിയുള്ളവരാണ്, ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവരല്ലേ നല്ലതെന്ന് ഇയാൾ പറയുന്നുണ്ടെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഇയാൾക്ക് തടിച്ച ആളുകളെ ഇഷ്ടമല്ല, സ്ലിം ആയിട്ടുള്ള ആളുകളെ ഇഷ്ടമാണ്. ഇതൊക്കെ ഒരു സാധാരണ താഴ്ന്ന ചിന്താഗതിയുള്ള ആളുടെ ചിന്തയാണെന്ന് ചിന്തിച്ചു നോക്കണം. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്രയും ഉയർത്തി വെച്ച ബിംബായിട്ട് വേടനെ എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഈ ആരാധകരൊക്കെ കൂടെ അയ്യോ അങ്ങനെയല്ല, വേടൻ ഞങ്ങളെ സ്വത്താണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, മുത്താണ്, ഇങ്ങനത്തെ സ്വഭാവമാണ്, വേടനെയാണോ നിങ്ങളിങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് ആരാധകർക്ക് അങ്ങനെയാണ്, പൊന്നാണ്, മുത്താണ് എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. എനിക്ക് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ വേടനെ കുറിച്ച് ഇത്രയും ആരോപണം വന്ന സമയത്തും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെയോ പറയാതെ വരുന്നത് ഇതിലും വലുതൊക്കെ വരുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ഒരു കഞ്ചാവ് കേസ് വന്നൊരു വ്യക്തി, ഇത്രയും മോശമായിട്ട് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി, കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിനെ വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ്. ഇനിയും വേടൻ ചിലപ്പോൾ പുറത്തിറങ്ങും. കാരണം അവരെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകൾക്ക് അവരുടെ മുഖം രക്ഷിക്കണം. അല്ല അങ്ങനെയല്ല വേടൻ, ഞങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പക്ഷേ വീണ്ടും വേടൻ പുറത്തു വരികയായിരിക്കും, സാധാരണ പോലെ ജീവിക്കുകയായിരിക്കും, നല്ല വ്യക്തിയായിട്ട് വീണ്ടും ഗ്ലോറിഫൈ ചെയ്ത് വരികയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു സത്യം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. ഈ വ്യക്തി എത്ര മോശമായിട്ടുള്ള വ്യക്തിയാണ്. അയാൾ പുറമേ കാണിക്കുന്നതല്ല. ഇപ്പോൾ അയാളുടെ പാട്ട് ഭയങ്കര സംഭവമാണ്, അയാളുടെ പാട്ട് എന്ന് പറയുന്നു. ചിലപ്പോൾ അയാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം കറക്റ്റ് തന്നെയായിരിക്കും. പക്ഷെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിന് തന്നെ ഇത്രയും ഒരു അധമ ചിന്താഗതിയുള്ള വ്യക്തിയാണ് അതൊക്കെ എഴുതി വെച്ചതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പൊതുവെ സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലം പറഞ്ഞിരുന്നു അത് വേറെ ആരോ എഴുതി കൊടുക്കുന്നതാണെന്ന്. സോ അതിൽ അതുപോലും ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ വേറെ എല്ലാവരും എഴുതി കൊടുക്കണാണോ? ഈ ഇത്രയും ഒരു ബുദ്ധി വളർച്ച ഇല്ലാത്ത, ഇത്രയും താഴ്ന്ന ബുദ്ധിയിലുള്ള ചിന്തയുള്ള ഇയാളാണോ ഇത് മുഴുവൻ എഴുതിയതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ എത്രയോ നല്ല പാട്ടുകാരുണ്ട്. യേശുദാസിനെ പോലെ നമ്മൾ എത്രയോ ബഹുമാനിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ യേശുദാസിനെ പോലും അപമാനിക്കാൻ ആർക്കും മടിയില്ലാത്തൊരവസ്ഥയാണല്ലേ. ആ യേശുദാസിനെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ നല്ല എന്ത് രസം, നമ്മളിപ്പോൾ അതേപോലെയാണ് വേടന്റെ പാട്ടുകൾ ആസ്വദിക്കുന്നത്. വേടനെ ആരാധിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതൊരു മാസ് ഹിസ്റ്റീരിയ പോലെയാണ്. എല്ലാവരും നമ്മളിപ്പോൾ ഈ പൂരപ്പറമ്പിലൊക്കെ പോയിട്ട് ഗാനമേള കാണുമ്പോൾ തുള്ളി കളിക്കില്ലേ, ആ ഒരു വൈബാണത്. അല്ലാതെ ഇതൊരു ഭയങ്കര കല, അദ്ദേഹം പറയുന്ന ഭീകര രാഷ്ട്രീയം, അങ്ങനെയൊന്നും എനിക്ക് വേടനെ കുറിച്ച് തോന്നാറില്ല. എല്ലാവരും ഈ അഭിപ്രായമാവണമെന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്കൊരു ഭയങ്കര ലെജൻഡായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഈ വേടൻ എന്ന് പറയുന്ന ആള് ഒരു വേട്ടക്കാരനായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഈ
ഈ ഒരു പെൺകുട്ടി. ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ഇവര് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് വെറുതെ അല്ലേ? അവൾ അവിടെ പോയി ഇത്രയും ദിവസം കടന്നിട്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ഒരുപാട് മോശം കമന്റുകൾ വന്നിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ എന്താലോ, ഇയാളുടെ ഈ ഫെയിം കണ്ടിട്ട് ഇതിലേക്ക് ഇയാൾ തീയാന്നല്ലേ ഇത് ആരാധകർ പറയുന്നത്. ശരിയായിരിക്കും, തീയായിരിക്കും. ആ തീയിലേക്ക് വരുന്ന ഒരുപാട് ഈയാമ്പാറ്റകളുണ്ട് ആരാധകർ, ചെറിയ ചെറിയ പെൺകുട്ടികൾ. നമ്മൾ വേടന്റെ പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികൾ ഓടിപ്പോയി സ്റ്റേജിൽ പോയിട്ട് വേടനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നു, ഇറങ്ങി വരാതെ ബഹളം വെക്കുന്നു. ഇങ്ങനത്തെ പെൺകുട്ടികളുടെ ഒക്കെ ഇയാളുടെ ട്രാപ്പ് പോയിട്ട് പെടും. ഇയാൾ ഈ വല വിരിച്ച് കിടക്കുന്ന ഒരുപാട് പേരെ അതിൽ വീഴ്ത്താൻ വല വിരിച്ച് കിടക്കുന്ന ഒരുപാട് ഇങ്ങനത്തെ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ്. സ്ത്രീകളെ ഇങ്ങനെ വഴിതെറ്റിക്കാൻ ഇയാളുടെ വലയിൽ വീഴ്ത്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല വെച്ചാൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ ഇതിൽ പോയി പെടും. നമ്മൾ ഒരു കാര്യം കുറേ തവണ പറയുമ്പോഴെങ്കിലും ഒരാൾ ശ്രദ്ധിക്കില്ലേ? അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഞാനും ഇതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം ആവണം എന്നില്ല നിങ്ങൾക്ക്, പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം എല്ലാവർക്കും തെളിയിച്ചു കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് എന്തായാലും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. എല്ലാവർക്കും നന്ദി.